അമ്മ മടിയിൽ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയല്ലൽ. പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരമ്മയുടെ സ്നേഹത്തണലിൽ ജീവിച്ചവരാണ്, വളർന്നവരാണ്. അമ്മ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഈശോയുടെ അമ്മയും ഈശോയോട് പല കാര്യങ്ങളും ആ അമ്മയുടെ തണലിലായിരുന്ന സമയങ്ങളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. സങ്കീർത്തനം 18:35 ഇങ്ങനെ പറഞ്ഞു തരികയാണ്: അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയ നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഒരു ദൈവിക സംരക്ഷണത്തെപ്പറ്റി ഇന്ന് നമ്മളോട് ദൈവം പറഞ്ഞു തരുമ്പോൾ വിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അമ്മ നമ്മളോട് സംസാരിക്കുകയാണ്: പ്രിയ കുഞ്ഞെ, തള്ളക്കോഴി തൻ്റെ ചിറകൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കും. രക്ഷിക്കണേ എന്ന നിൻ്റെയും എൻ്റെയും നിലവിളികൾക്കുള്ള ഏക ഉത്തരമാണ് ദൈവം. മരണത്തിൻ്റെ നിഴൽ വീണ വഴികളിൽ നിന്നും ശത്രു തീർക്കുന്ന കെണികളിൽ നിന്നും നിന്നെ അത്ഭുതകരമായി രക്ഷിക്കാൻ ദൈവത്തിനേ കഴിയൂ. ഏലിയായും ഏശയ്യായുമെല്ലാം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിച്ച പ്രവാചകരാണ്. ഒക്കാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ഒരുവനും ഒരിക്കലും തളരുകയില്ല. എൻ്റെ ദൈവം തൻ്റെ നീട്ടിയ ചിറകിൻ കീഴിൽ എന്നും എന്നെ കാത്തു രക്ഷിക്കും എന്ന ചിന്തയോടെ നമുക്ക് ഈ മേഖലകളെയെല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക സംരക്ഷണം നേടാം. പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മയും ഈശോയുടെ അമ്മയും ഇതുപോലെ ഓരോ കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കിയതിനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്മരിക്കാം. ആമേൻ.